സംസ്ഥാനത്തെ റോഡുകളുടെ ദുരവസ്ഥ വീണ്ടും സഭയിൽ ഉയർത്തി പ്രതിപക്ഷം. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൂടെ സഞ്ചരിച്ചാൽ എല്ലൊടിയുമെന്ന പ്രമേയം അവതരിപ്പിച്ച എംഎൽഎ നജീബ് കാന്തപുരം. റോഡുകളിൽ ഭൂരിഭാഗവും മികച്ച രീതിയിലെന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വിചിത്ര മറുപടിയും പിന്നാലെ വന്നു. മന്ത്രിയുടെ മറുപടി തൃപ്തികരമെന്നറിയിച്ച് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുകയാണ് സ്പീക്കർ ചെയ്തത്. സംസ്ഥാനത്തെ റോഡുകളിലൂടെ സഞ്ചരിച്ച സ്ത്രീകൾക്ക് ഗർഭചിത്രം വരെ ഉണ്ടായെന്നാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയ നജീബ് കാന്തപുരം എംഎൽഎ സഭയിൽ പറഞ്ഞത്. മുഖ്യമന്ത്രി കുഴികൾ ഒഴിവാക്കി യാത്ര ചെയ്യുന്ന സ്ഥിതിയിലാണ് സംസ്ഥാനത്തെ റോഡുകൾ. ഇന്ന് യുദ്ധഭൂമിയിലേക്ക് പോകുന്ന പോലെയല്ലേ ആളുകൾ നടുറോട്ടിലേക്ക് പോകുന്നത്? ജീവൻ കിട്ടിയാൽ കിട്ടി, തിരിച്ചു വന്നാൽ വന്നു. എന്തുറപ്പാണ് റോഡ് വഴിയുള്ള യാത്രകൾക്കുള്ളത്? കാൽനട യാത്രക്കാർക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, ആസ്പത്രികളിൽ പോകുന്നവർക്ക് കേരളത്തിലെ ഒരു റോഡിലൂടെ സുരക്ഷിതമായി സഞ്ചരിക്കാൻ കഴിയുമോ സർ? അതെ, പെരിന്തൽമണ്ണയുണ്ട്. മണിച്ചിത്രത്താഴിലെ കുതിരവട്ടം പപ്പുവിനെ പോലെ ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ച് ചാടി പോകേണ്ട അവസ്ഥയല്ലേ സർ മലയാളികൾക്ക് ഇപ്പോൾ? പണ്ട് ബഹുമാന്യനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കുഴികൾ എണ്ണാനായിരുന്നു ആവശ്യപ്പെട്ടത്. ഇന്ന് റോഡിലെ കുളങ്ങൾ എണ്ണിയാൽ തീരുമോ സർ? എത്ര വിലപ്പെട്ട ജീവനുകൾ പൊലിഞ്ഞു? കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുക്കാം സർ. 2023 മാത്രം 4010 ജീവനുകളാണ് റോഡ് അപകടങ്ങളിൽ നഷ്ടപ്പെട്ടത്. 54,369 പേർക്കാണ് പരിക്കേറ്റത്. എത്ര മനുഷ്യരുടെ നട്ടെല്ലൊടിഞ്ഞു? എത്ര മനുഷ്യർ ബെഡ് റിഡനായി? എത്ര മനുഷ്യർക്ക് അംഗവൈകല്യമുണ്ടായി? എത്ര ഗർഭിണികൾ നടുറോട്ടിൽ പ്രസവിച്ചു? എത്ര സ്ത്രീകൾക്ക് അബോർഷനായി? എന്നാൽ സംസ്ഥാനത്തെ റോഡുകൾ മികച്ച രീതിയിലാണെന്നും ചിലയിടത്ത് മാത്രമാണ് പ്രശ്നമെന്നുമായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. നമ്മൾ ചർച്ച ചെയ്യണം സർ. അതിന് എന്താണ് സർക്കാർ ചെയ്തിട്ടുള്ള കാര്യം? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്തു? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ KHRA വെച്ച് ചെയ്ത കാര്യങ്ങളുണ്ട് സർ, നമ്മൾ ചർച്ച ചെയ്യണ്ടേ? പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള പ്രവൃത്തികളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനായി 2015 ക്വാളിറ്റി മാനുവൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നാം ഘട്ട ഗുണനിലവാര പരിശോധനകൾ പ്രവൃത്തി നടക്കുന്ന സമയത്ത് അതാത് നിർവഹണ ഉദ്യോഗസ്ഥരുടെ മേൽ നോട്ടത്തിൽ കരാറുകാരും രണ്ടാം ഘട്ട ഗുണനിലവാര പരിശോധന നടത്തുന്നത് വകുപ്പിന്റെ കീഴിലുള്ള ക്വാളിറ്റി കൺട്രോൾ വിഭാഗമാണ്. സർ, ഇതിന്റെ ഭാഗമായി പല കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് സർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവുമായും പ്രതിപക്ഷത്തെ മുതിർന്ന നേതാക്കന്മാരുമായും എല്ലാ അംഗങ്ങളുമായും ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ആ വിഷയം എടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ് എന്നുള്ളത് ഞാൻ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സർ. സർ, ഇവിടെ അദ്ദേഹം കരാറുകാരുമായി ബന്ധപ്പെട്ടൊക്കെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് സർ. സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് കാരണം വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലാത്തതിലാണെന്നാണ് VD സതീശന്റെ ആരോപണം. റോഡ് എല്ലാം നന്നായാൽ അപകടമൊന്നും ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസക്കാരല്ല ഞാൻ. പക്ഷെ കുഴികളിൽ വീണ് വ്യാപകമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മോശമായ റോഡുകൾ സംസ്ഥാനത്ത് ഉടനീളമുണ്ട് സാർ. ഇത് തീർക്കാൻ വേണ്ടിയിട്ട് സമയബന്ധിതമായി വർക്കുകൾ തീർക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് പരാജയം. കരാറുകാരുടെ കുടിശ്ശിക കൊടുക്കുന്ന കാര്യത്തിൽ സർക്കാരിന് വലിയ അലംഭാവം. ഇത് പൊതുമരാമത്ത് വകുപ്പിന്റെ അല്ല, പൈസ കിട്ടാത്തതുകൊണ്ടാണ്, ധനകാര്യ വകുപ്പിൽ നിന്ന് അലംഭാവം, വലിയ തോതിൽ കുടിശ്ശിക. അതുകൊണ്ട് റോഡ് വർക്കുകൾ ആളുകൾ ഏറ്റെടുക്കുന്നില്ല, പലതിനും ടെൻഡർ എടുക്കുന്നില്ല. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ജനം, തിരുവനന്തപുരം.